ിലേക്ക് പോകാം. കോട്ടയത്ത് നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ നടപടി. 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ സസ്പെൻഡ് ചെയ്തു. 5 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 1ാം വർഷ വിദ്യാർത്ഥികളെയാണ് റാഗിങ്ങിന്റെ പേരിൽ അതിക്രൂരമായി ഉപദ്രവിച്ചത്. ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസെടുത്തത്. പ്രതികളിൽ 2 പേർ കോട്ടയം സ്വദേശികളും മറ്റ് 2 പേർ മലപ്പുറം സ്വദേശികളുമാണ്. ഒരു പ്രതി വയനാട് സ്വദേശി. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, മാസങ്ങളായി നടന്നു വന്ന അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ പീഡനമാണ്, അല്ലാതെ ഇതിനെ റാഗിംഗ് എന്നൊന്നും പറഞ്ഞ് ചെറുതാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണ് അവസാനം പുറത്തു വരുന്നത്? എത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ കുട്ടികൾ ഇരയാവേണ്ടി വന്നിട്ടുണ്ട്? ക്രൂരമാണ്. അത് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിന്റെ ദൃശ്യങ്ങൾ തന്നെയുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. അതായത് ശരീരത്ത് മുഴുവൻ ലോഷൻ പുരട്ടുക, അതിനുശേഷം കോമ്പസിലെ ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക, വായിൽ ക്രീമുകൾ തേക്കുക, ഈ നഗ്നനാക്കി കിടത്തി കട്ടിലിൽ കെട്ടിക്കിടത്തിയ ശേഷം അതിൽ ഈ ഡംബൽ പോലെയുള്ള ഈ ജിമ്മിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ലൈംഗിക അവയവത്തിന് മുകളിൽ വെക്കുക, അങ്ങനെ പല തരത്തിലുള്ള പീഡനമാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവരിൽ നിന്ന് മദ്യപിക്കുന്നതിന് വേണ്ടി പണപ്പിരിവും കൃത്യമായി നടത്തിയിരുന്നു എന്നുള്ളത് പോലീസ് കേവലം മൊഴി മാത്രമല്ല, അതിന് തെളിവുകളുണ്ട്, വീഡിയോ അടങ്ങുന്ന തെളിവുകൾ അടക്കമുണ്ട്. ഇതാണ് ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഈ 5 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. രാവിലെ 10 മണിയോടുകൂടി ഇവരെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പ്രതികളെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഏലപ്പാറ സ്വദേശിയായ ലിബിൻ എന്ന കുട്ടിയുടെ പരാതിയിലാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരുന്നു. മറ്റ് 3ഓളം കുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ്. എന്തായാലും ഈ പരാതിയിൽ അന്വേഷണം നടത്തി ഇന്ന് തന്നെ സീൻ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം ഈ കോളേജിലെത്തും, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവരുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ തുടരുകയാണ്. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്താണ്.